إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ففروا إلى الله إني لكم منه نذير مبين ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും പിൻപറ്റിക്കൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാല ജന്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഒരു നാട് തന്നെ പൂർണ്ണമായി ഇല്ലാതായി പോയിട്ടുള്ള അങ്ങേയറ്റം കരളലിയിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരുന്നുണ്ട് നമ്മൾ എന്നതാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പായി വിശ്വസിക്കണം, ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ഏത് സ്ഥലത്താണെങ്കിലും ശരി, മനുഷ്യൻ പൂർണ്ണമായ സുരക്ഷിതത്വം ഉള്ളവനല്ല. അങ്ങനെ ഉണ്ട് എന്നത് നമ്മുടെ ഒരു തോന്നലാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വീട് വളരെ സുഭദ്രമാണ്, അതിന് കോട്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് കാറ്റടിച്ചാൽ പൊളിയുന്നതല്ല, അത് പ്രളയം വന്നാൽ ഇടിഞ്ഞു വീഴുന്നതല്ല, അത് ഉരുൾപൊട്ടിയാൽ തകരുന്നതല്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഈ ഭൂമിയുടെ മേലെ 100% സുരക്ഷിതരായിട്ടാണ് ജീവിക്കുന്നത് എന്ന വിചാരം ഒരുതരം ധിക്കാരമാണ്. അത്തരം ഒരു ധിക്കാര മനസ്ഥിതി ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്ന പാഠമാണ് ആദ്യമായി നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെടും കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ശരി, കോട്ടകൾ ഉണ്ടാക്കുന്നതിനാ ഒരു തരത്തിലുള്ള പ്രയാസവും നമ്മെ ബാധിക്കാതിരിക്കത്തക്ക വിധം സകല സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കോട്ടകൾ പണിയാറുള്ളത്. അങ്ങനെയുള്ള കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ പോയി ജീവിക്കുന്നതെങ്കിൽ പോലും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. മരണം മുട്ടാത്ത വാതിലുകളില്ല. ഏത് കൊട്ടാരത്തിന്റെ വാതിലും മരണം ഒന്ന് മുട്ടും എന്ന കാര്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എത്ര കുതറിയിട്ടും കാര്യമില്ല. അതും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. തീർച്ചയായും നിങ്ങളുടെ മരണമുണ്ടല്ലോ. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങളൊരു ഏതൊരു മരണത്തിൽ നിന്നാണോ
നിങ്ങൾ രക്ഷ തേടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഫഇന്നഹു, ആ മരണമുണ്ടല്ലോ, മുലാഖീക്കും, നിങ്ങളെ അഭിമുഖീകരിക്കും. നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഓടുന്നത്. ഓടി എത്തുന്ന എവിടെ ആയിരിക്കും? നേർക്ക് നേരെ മരണത്തിന്റെ മുൻപിലേക്കായിരിക്കും. ഫഇന്നഹു മുലാഖീക്കും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെ രഹസ്യവും പരസ്യവും അറിയുന്നവനായ റബ്ബിങ്കലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. മരണാനന്തരം ഒരു മടക്കമുണ്ട്, ആ മടക്കം റബ്ബിങ്കലേക്കാവുന്നു. ഫയുനബ്ബിയുക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു ബിമാ കുൻതും തഅമലൂൻ, ദുനിയാവിൽ എന്ത് ചെയ്താണ് നിങ്ങൾ കഴിഞ്ഞുകൂടിയത് എന്നതിനെ കുറിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് അറിയിപ്പ് തരുന്നതാണ്. അവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിങ്കലേക്കുള്ളൊരു മടക്കമുണ്ട്. ആ മടക്കത്തിൽ ഉപകാരപ്പെടുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്, നല്ലത് മാത്രമാണ്. ചീത്തയുമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഏതായിരുന്നാലും ശരി, മരണം എന്ന് പറയുന്ന ഒരു സുനിശ്ചിതമായ കാര്യമാണ്. ഏത് പ്രദേശത്തായിരുന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നൊരു നിർഭയത്വ മനോഭാവം ഒരിക്കലും അത് എന്നെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമല്ല. എന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളോ ഈ പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കാൻ പോകുന്നതല്ല. ഞാൻ സുരക്ഷിതമായ സേഫ് സോണിലാണ് എന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞു പോയിട്ടുള്ളവരായ ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള മഹാപതനങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടിക്കടി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തിനാ പറഞ്ഞു തരുന്നത്? എന്തിനാണ് പറഞ്ഞത്? പൂർവികമായ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ജനസമൂഹങ്ങളുടെ നാശങ്ങളുടെ ചരിത്രം എന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്കതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം നൽകാൻ പര്യാപ്തമായിട്ടുള്ള കാര്യമാണ്. അതിലൊന്നാണ് അസ്ഹാബുൽ ഹിജ്റിന്റെ ചരിത്രം. ലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്ർ അൽ മുർസലീൻ, ഹിജ്റുകാരായ ആളുകൾ മുർസലീങ്ങളെ കളവാക്കിയാണ്. ലഖദ് കദ്ദബ, കളവാക്കി, അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റിലെ ആൾക്കാർ, അൽ മുർസലീന, മുർസലീങ്ങളെ, അവരിലേക്ക് നിയോഗിതരായ റസൂലുമാരെ അവര് കളവാക്കി. എന്തിനാ റസൂലുമാര് വരുന്നത്? അമ്പിയാക്കന്മാര് പറഞ്ഞ കാര്യങ്ങളെ കളവാക്കിയവരാണ് ആര്? അസ്ഹാബുൽ ഹിജ്ർ. വആതൈനാഹും ആയാതിനാ, അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. ആർക്ക്? അസ്ഹാബുൽ ഹിജ്ർ നിവാസികളായ ആളുകൾ. ഫകാനു അൻഹാ മുഅരിലീൻ, ആ പഠിപ്പിക്കപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ മുഖം തിരിച്ചു കളഞ്ഞു. അവർക്കൊന്നും കേൾക്കേണ്ടതില്ല. അങ്ങനെയാണ് ഭൗതിക ഭ്രമം മനുഷ്യന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ധാർമ്മികതയെ കുറിച്ചുള്ള ഒരു വർത്താനം കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല എന്നത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. അസ്ഹാബുൽ ഹിജ്ർ നിവാസികൾക്കും ആ സൂക്കേടാണ് ഉണ്ടായത്. അവർ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളി? യാ സാലിഹ്, സാലിഹ് ഇഹ്തിനാ ബിമാ തഈദുനാ, നീ പറയുന്ന വാഗ്ദാനങ്ങൾ കൊണ്ടുവാ ഞങ്ങൾക്ക്. ഇൻ കുൻത മിന സാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ. നീ കുറെ കാലമായിരുന്നു പറയുന്നത് ഞങ്ങളെ ഈ ജീവിതം തെറ്റാണ്, ഞങ്ങളെ ഈ നിലപാട് ശരിയല്ല, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ദോഷം വരാനുണ്ട്, ഇങ്ങനെ അള്ളാഹുവിന്റെ നാശം വരാനുണ്ട് എന്നൊക്കെയല്ലേ നീ കുറെ കാലമായി പറയുന്നത്. കൊണ്ടുവാ നിന്റെ നാശം. ഇൻ കുൻത മിന സാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ എന്ന് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വെല്ലുവിളിച്ചു. അങ്ങനെ കൂട്ടരാണ് അവർ. അങ്ങനെ വെല്ലുവിളിക്കാൻ അവർക്ക് പ്രേരകമായിട്ടുള്ളത് എന്താണ്? അവരുടെ ജീവിതം അത്ര സുഭദ്രമായിട്ട് അവർക്ക് തോന്നി. വകാനു, അവരായിരുന്നു യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ, പർവ്വതങ്ങളുടെ ഭാഗങ്ങളിൽ കല്ലുകൾ തുറന്നുണ്ടാക്കി നല്ല സുന്ദരമായ വീടുകൾ ഉണ്ടാക്കിയവരാണ്. കാനു യൻഹിതൂന, അവർ കൊത്തിയുണ്ടാക്കി, മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ, ബുയൂതൻ, വീടുകൾ, ആമിനീൻ, നിർഭയമായ വീടുകൾ. കരിമ്പാറകൾ തുറന്നിട്ട് സുന്ദരമായ വീടുണ്ടാക്കിയാൽ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ഒരു പ്രശ്നവും വരൂല എന്നൊരു ധാരണയിൽ അങ്ങേയറ്റം വലിയ അഹങ്കാരത്തിൽ അവർ ജീവിച്ചു എന്നാണ്. അങ്ങനെയുള്ള കൂട്ടരാണ്. പക്ഷേ ആ അഹങ്കാരത്തിന് നിലനിൽപ്പുണ്ടായില്ല. ആ അഹങ്കാരത്തിനുണ്ടായ പതനം എങ്ങനെയാണ്? അവർക്കൊരു ഒരവസരത്തിൽ കിടന്ന് നേരം വെളുക്കാൻ നേരത്തെ, രാത്രി കിടന്നിട്ട് നേരം വെളുക്കാൻ സമയത്ത് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഘോരമായ ഒരു അട്ടഹാസം വന്ന് പിടിപെട്ടു. ഘോരമായ ഒരു അട്ടഹാസം, വലിയ ഭയങ്കരമായ ഒരു പ്രകമ്പനം, ഒരു ഒച്ചപ്പാട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെവിക്ക് കേൾക്കാൻ പരിധിപ്പെട്ട ഒരു ശബ്ദമുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ശബ്ദം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് താങ്ങാൻ കഴിയില്ല, വീണ് മരിച്ചു പോകും. അങ്ങനെയുള്ള മഹാഭയങ്കരമായ ഒരു അട്ടഹാസം അവിടെ അവരെ പിടികൂടുകയും അവർ സമ്പാദിച്ചുണ്ടാക്കിയ സൗകര്യങ്ങൾ ഒന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്തു. അവരുടെ വീട് ഉപകാരപ്പെട്ടില്ല, അവർക്ക് ഒത്തിയുണ്ടാക്കിയില്ല സകലമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒന്നും അവർക്ക് ദുനിയാവിൽ നിലനിൽക്കാൻ, നിർഭയമായി നിലനിൽക്കാൻ ഉപകാരപ്പെട്ടില്ല. അവർ അതിന്റെ ഉള്ളിൽ കടന്ന് നശിച്ചുപോയി. അതാണ് അസ്ഹാബുൽ ഹിജ്റിന്റെ കഥ, ചരിത്രം എന്ന് പറയുന്നത്. അസ്ഹാബുൽ ഹിജ്ർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്?
ഖൈബറിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്നും അവിടെ ഉണ്ട് ഒരു സ്ഥലം, മദാഇൻ സാലിഹ് എന്ന പേരിലാണ് ആധുനിക കാലഘട്ടത്തിൽ അത് അറിയപ്പെടുന്നത്. പഴയ കാലഘട്ടത്തിൽ സമൂദ് ഗോത്രക്കാർ താമസിച്ച സ്ഥലമാണ്. സമൂദ് ഗോത്രക്കാർ താമസിച്ച സ്ഥലത്തിനാണ്, അവരെ കുറിച്ചാണ് അസ്ഹാബുൽ ഹിജ്ർ എന്ന് പറയാ. അത് മദിയനിലെ, അതായത് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തൊരു സമൂഹമാണ് അവിടെ. ആ സമൂഹത്തിനുണ്ടായിട്ടുള്ള പതനമാകുന്നു ഇത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോവുകയാണ്, തബൂക്കിലേക്ക് പോവുകയാണ്. തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കണം, തല താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ലാ തദ്ഖുലൂ ബുയൂതൽ ഖൗമിൽ മുഅദ്ദബീൻ, അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റ് നശിച്ചു പോയിട്ടുള്ള ഈ സമൂഹത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറരുത്. നിങ്ങൾ കരയുന്നവരായിക്കൊണ്ടല്ല, അത് കരഞ്ഞുകൊണ്ടല്ല നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനാ കരയുന്നത്? ഖശിയത അൻ യുസീബകും മാ അസാബഹും, ആ സമൂഹത്തിന് വന്നിട്ടുള്ള സർവനാശം പോലെയുള്ള ഒരു നാശം നിങ്ങൾക്ക് വന്നെത്തുമോ എന്നുള്ള പേടി കൊണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത്, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോ പേടിച്ച് കരഞ്ഞുകൊണ്ടേ പോകാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, അസ്ഹാബുൽ ഹിജ്റിന്റെ കാര്യം എന്താണ് എന്ന് അള്ളാഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ നാശ കാരണം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അവർ സമൂലമായി നശിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ സൂക്ഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇതേപോലെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ നാശത്തിന് പ്രത്യേകമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ അധികാരികളായ വേറൊരു കൂട്ടരാണ് ആദ് സമുദായക്കാർ. ആദ് സമുദായത്തെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് നിവാസികളായ ആളുകളെ നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? ഇറമദാത്തിൽ ഇമാദ്, വലിയ വലിയ സ്തൂപങ്ങളും സ്തംഭങ്ങളും ഉണ്ടാക്കിയവരായ ആളുകളാണ്. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഒരു നാട്ടിലും അതേ ഒരു മനുഷ്യ വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഈ ദുനിയാവിൽ തന്നെ അതേപോലെ കഴിവും യോഗ്യന്മാരും ശക്തിയും ഉള്ളവരായ ഒരു വർഗത്തെ സൃഷ്ടിക്കപ്പെട്ടില്ല. അത്രയും കഴിവിട്ടവരായ ആളുകളായിരുന്നു ആദ് നിവാസികളായ ആളുകൾ. അവരെ കുറിച്ച് ഖുർആൻ പറയാ, ഫകുല്ലൻ അഖദ്ന ബിദംബി, കുറെ വിഭാഗം ആളുകളെ എണ്ണീറ്റ് പറയാ, ഫകുല്ലൻ അഖദ്ന ബിദംബി, അവർ ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങളുടെ ഫലമായി അള്ളാഹു അവരെ പിടികൂടിന. കുറ്റം കൊണ്ടാ പിടിക്കണേ. മനുഷ്യന്മാരിൽ കുറ്റവും മാസിയത്തും ശിർക്കും ബിദഅത്തും തോന്നിവാസങ്ങളും പെരുകുമ്പോഴാണ് അള്ളാഹു തആല പിടിക്കുന്നത്. ഫകുല്ലൻ അഖദ്ന ബിദംബി, അവരുടെ കുറ്റത്തിന്റെ കാരണത്താൽ നാം അവരെ പിടികൂടി. ഫമിൻഹും, അങ്ങനെ പിടികൂടപ്പെട്ടവരായ ആളുകളുണ്ട്. മൻ, ഒരു കൂട്ടം ആളുകൾ അർസൽന അലൈഹി ഹാസിമൻ, അവരിലേക്ക് നാം കാറ്റിനെ അയച്ചു. കാറ്റടിച്ചിട്ട് നശിച്ചുപോയിട്ടുള്ളവരായ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആദ് സമുദായക്കാർ. ആദ് സമൂഹത്തിൽ വീശിയടിച്ചിട്ടുള്ള കാറ്റിനെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറയുന്നത് അറിയോ? സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ, ആ കാറ്റ് അവരിൽ നിലനിന്നു. സബഅലയാൽ, 7 രാത്രികളിലും വസമാനിയത അയ്യാം, 8 പകലുകളിലും. 7 രാത്രിയും 8 പകലും ഒരുപോലെ ഒരു സമൂഹത്തിലേക്ക് കാറ്റടിച്ചു കൊണ്ടേയിരിക്കുക. എന്തായിരിക്കും അവിടെ അവസ്ഥ? അങ്ങനെയുള്ള ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ നാട്ടിൽ ഒരു 5 മിനിറ്റ് സമയം ഒരു 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത്രയും ഉണ്ടാകേണ്ടതില്ല. അത്ര ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്ര നമുക്കറിയാം. ഈ പറയുന്ന സമൂഹത്തിൽ 7 ദിവസം 7 രാത്രിയിലും 8 പകലുമായി നിരന്തരമായി ഹുസൂമൻ തുടരെ കാറ്റടിച്ചു. അത് എന്ത് ജാതി കാറ്റ്? മണൽക്കാറ്റാണ്. ആ മണലെ എടുത്തിട്ട് മനുഷ്യന്മാരെ കല്ലുകൊണ്ട് എറിയുന്ന തരത്തിലുള്ള കാറ്റാണ് അടിച്ചത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കരുത്തന്മാരായ ജനങ്ങൾ വീണ് കിടക്കാൻ തുടങ്ങി, നിലത്ത് വീണുപോയിന. പിഴുതെറിക്കപ്പെട്ട, മൂടോളം മറിച്ചിടപ്പെട്ട ഈത്തപ്പനകൾ വീണ് കിടക്കുന്നത് പോലെ അവർ വീണ് കിടന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അത്രയും ഭയവിഹ്വലമായ ഒരു അവസ്ഥ ഖുർആൻ നമുക്ക് ചിത്രീകരിച്ചതാണ്. ഏറ്റവും വലിയ കരുത്തന്മാരാണ്, യോഗ്യന്മാരാണ് എന്ന് പറയപ്പെട്ട ഒരു സമൂഹത്തിന് അവരുടെ ധിക്കാരത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പതനത്തെ കുറിച്ചാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തിനാണ് നമ്മളോട് പറയുന്നത്? നമ്മൾക്ക് പാഠമുണ്ടാകാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടിയാണ്.
നമ്മുടെ ജീവിതം മോശമായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതും ഇതുപോലൊക്കെ തന്നെയായിരിക്കും എന്ന ബോധ്യം നമ്മൾക്ക് വരാൻ വേണ്ടിയാണ്. പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരുണ്ട് വമിൻഹും മൻ അഖദതുഹു സൈഹതു, ആ വിഭാഗം ആളുകൾ ചില കൂട്ടരെ സ്വൈഹത്ത് വന്ന് പിടികൂടി. ഭയങ്കര ഘോരമായ അട്ടഹാസം. നേരത്തെ നമ്മൾ സമൂത് വിഭാഗം ആളുകളിൽ വന്നത് അവര് വളരെ സുന്ദരമായ വീടുകൾ നിർമ്മിച്ച് ഉള്ളിൽ താമസിക്കുകയാണ്, ആമിനീങ്ങളായി. അവിടെയാണ് നേരെ രാവിലെ ആകുമ്പോഴേക്കും ഭീമമായ ഘോരമായ അട്ടഹാസം വന്നിട്ട് അതിനുള്ളിൽ കിടന്നിട്ട് അവര് ഇല്ലാതായി തീരുന്നത്. വമിൻഹും, ഇനി അവരുടെ കൂട്ടത്തിൽ വേറെ കൂട്ടരുണ്ട്, മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമിയിലേക്ക് തന്നെ അവർ ആത്തിക്കളഞ്ഞവരുണ്ട്. അതാരാണ് ഭൂമിയിലേക്ക് കണ്ടുപോയവർ? കാറൂൻ എന്ന് പറയുന്ന ലോകത്തിലെ ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ സമ്പന്നൻ. അയാളുടെ താക്കോൽ കൂമ്പാരങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു, താക്കോൽ കൊണ്ടു നടക്കാൻ. അത്രയും വലിയ സമ്പന്നനാണ്. അതിന് വലിയ സമ്പന്നന്മാരെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയുള്ള കൊടിയ ധിക്കാരിയായ വ്യക്തി അയാൾ അയാളെയും അയാളുണ്ടാക്കിയിട്ടുള്ള വൻകിട കൊട്ടാരങ്ങളെയും ഒരുമിച്ച് താഴോട്ട് ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു. അതും ലോകത്ത് സംഭവിക്കാം. അതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാകുന്നു. അപ്പൊ അതേപോലെ വേറൊരു കൂട്ടരുണ്ട്, മുക്കിക്കൊന്നവരുണ്ട്. വലിയ വലിയ പ്രളയങ്ങൾ വന്നിട്ട് മുക്കിക്കൊന്നവരുണ്ട്. അതാരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, ലോകത്തിലെ ഏറ്റവും കൊടിയ ധിക്കാരിയായ ഫറോവ, അവരൊക്കെ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയവരാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചവരായ ആളുകൾ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും അള്ളാഹുവിനോട് ദ്രോഹം ചെയ്തതല്ല. അള്ളാഹ് പറയുന്നത് അവരോട് അള്ളാഹു തആല ദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവർ അവരോട് തന്നെ ദ്രോഹം ചെയ്തതിന്റെ ഫലാണ്. മനുഷ്യന്മാരിൽ രണ്ട് തരം ആൾക്കാരാണ്. മനുഷ്യന്മാരിൽ പൊതുവെ രണ്ട് തരം ആളുകളാണ്. ഒന്ന് കണ്ടാലും കൊണ്ടാലും അറിയുന്നവർ, രണ്ട് കണ്ടാലും കൊണ്ടാലും അറിയാത്തവർ. രണ്ട് ജാതി ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ചൊല്ല് പറയാറുണ്ട്, കാക്ക കണ്ടറിയും കോഴി കൊണ്ടാലേ അറിയും എന്ന് പറയുന്ന. കൊണ്ടാൽ മാത്രം അറിയുന്നവരായ ആളുകളുണ്ട്, അതേപോലെ തന്നെ കണ്ടാൽ അറിയുന്നവരായ ആളുകളുണ്ട്. ഈ പറയുന്നവരായ ആളുകൾ കണ്ടാലും കൊണ്ടാലും അറിയാത്തവരായ ആളുകൾക്ക് ദുനിയാവിൽ പിന്നെ ജീവിക്കാൻ അവകാശമല്ല. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തുപോയി. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തുപോയവരായ ആളുകൾക്ക് പിന്നെ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ആളുകൾക്കാണ് സമൂലമായ നാശം. പിന്നെ ഒരുത്തനുമില്ല ആ സമുദായത്തിൽ, പിന്നെ ഒരാളും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളാണ്. അതാണ് ആദ് സമുദായം, അതുപോലെ തന്നെ സമൂദ് സമുദായം, അതുപോലെ തന്നെ ഖൗമു തുബ്ബ. ഇങ്ങനെ ഒരുപാട് വിഭാഗം ആളുകളെ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. അവരൊക്കെ ഒരാള് പോലും സമൂഹത്തിൽ ബാക്കി വെക്കാതെ നശിച്ചു പോയതാണ്. എന്നാൽ ഈ ഉമ്മത്തിനൊരു സവിശേഷതയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമൂലമായ നാശം ഉണ്ടാവില്ല എന്നാ. ഈ ഉമ്മത്തിന് മൊത്തമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കുക, അതുണ്ടാവില്ല. ഇത് ഖിയാമത്ത് നാള് വരെ ജീവിക്കുന്ന ഒരു ഉമ്മത്താണ്. ഖിയാമത്ത് നാള് വരെ ജീവിക്കുന്ന ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. എന്നാൽ ആ പറഞ്ഞിട്ടുള്ള ഉമ്മത്തിൽ എന്തുണ്ടാകാം? ഏതൊരു സമൂഹത്തിലാണോ ഈ പറഞ്ഞതുപോലെയുള്ള ധിക്കാരങ്ങളും കൊടിയ തോന്നിവാസങ്ങളും അധികരിക്കുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ അദാബ് വരെ തന്നെ ചെയ്യും. അത് വരാതിരിക്കില്ല. അതിനുള്ള ഒരുപാട് രേഖകൾ നമ്മൾ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഭൂമി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളെ പോയിന്റ് അതാണ്. ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാട്, ഒരു സ്ഥലം ഈ ഭൂമിയുടെ മുകളിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മഴ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മഴയാണ്. മഴ ഏറുകയാണ്. 24 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു മഴ നമ്മുടെ നാട്ടിൽ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്താണ്. പിന്നെ ഈ പറയുന്ന ഈ കുന്നുകളും ഈ പറയുന്ന പർവ്വതങ്ങളും ആ പർവ്വതത്തിന്റെ മേലെ കല്ലുകളും ഒന്നും അവിടെ നിൽക്കൂല. അതിന്റെ അടിയിൽ കൂടി വെള്ളം കൊണ്ട് ഒഴുകി വന്നു കഴിഞ്ഞാൽ പുറത്തേക്കാണ് ചാടും. അങ്ങനെ പുറത്തേക്ക് ചാടുന്ന കാഴ്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? അള്ളാഹു തആല നിശ്ചയിക്കുകയാണ്. മനുഷ്യന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യനും അതിൽ കൈ കടത്താനോ ഒന്നും ചെയ്യാനോ നിർത്തില്ല. കയ്യും കെട്ടി നോക്കി നിൽക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഴ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം വഴി തന്നെ എന്ത് സംഭവിക്കാം? അള്ളാഹുവിന്റെ അദാബ് സംഭവിക്കാം. പിന്നെ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ, ഈ പ്രയാസങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രദേശമാണ് കേരളം എന്ന് പറഞ്ഞാൽ. ഒരു ഭാഗം മുഴുവനും കടലാണ്. ഈ കടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി തന്നെ, ഭൂമിയുടെ 4/3 ഭാഗം കടലാന്ന് പറഞ്ഞു. 4/3 ഭാഗം കടല്. ഈ കടലിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്താണ് അതുകൊണ്ട് ഉണ്ടാകുക? ഭൂമി എന്ന് പറഞ്ഞാൽ കര എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്. കടലിൽ
ഭൂകമ്പം ഉണ്ടാകുക. അതിലാണ് സുനാമി വരുന്നത്. സുനാമി വന്നിട്ട് എത്ര ആയിരക്കണക്കിന് മനുഷ്യന്മാരെ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതായത്. ഒരു അരമണിക്കൂർ സമയം സുനാമി, ശക്തമായ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഭൂമിയിലെ ഈ കരഭാഗം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഗ്യാരണ്ടി ഉള്ളൂ. അത്രമാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഈ ഭൂമിയുടെ മേലെ ഗ്യാരണ്ടി ഉള്ളൂ എന്ന കാര്യം നമുക്ക് നല്ല ഓർമ്മ വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഭൗതികമായ അർത്ഥത്തിൽ ഒരു സുരക്ഷിതത്വം നമ്മുടെ നാട്ടിൽ ഇവിടെ ഇല്ല. മറുഭാഗത്ത് മലകളാണ്, ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ പറ്റിയ മലകൾ, ഒരുപാട് മലകളുള്ള പ്രദേശങ്ങളാണ്. അവിടെ ഉരുൾപൊട്ടൽ സംഭവിക്കാം, അതുപോലുള്ള അത്യാഹിതങ്ങൾ വേറെ സംഭവിക്കാം. അതിനപ്പുറം വേറെ ചില സ്ഥലങ്ങളിൽ ഭൂമി കുലുങ്ങുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സമയം ഭൂമി കുലുങ്ങി കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അമ്പരചുംബികളായ എല്ലാവിധ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് ഭൂമിയിൽ ഫ്ലാറ്റായി പോയിട്ടുണ്ടാവും. അത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എന്ത് സുരക്ഷിത മനുഷ്യനെ ഈ ദുനിയാവിലുള്ളത്. മറുഭാഗത്ത് കൊടുങ്കാറ്റ് വരുന്നു. ഒരു 5 മിനിറ്റ് നിർത്താതെ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വല്ലതും ബാക്കി ഉണ്ടാകുമോ? ഇനി അതിനൊക്കെ അപ്പുറം വേറെ ചില സ്ഥലങ്ങളിൽ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് തീ പടരുകയാണ്. അതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞാൽ. തീയും ഭൂമിന്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചു കൊണ്ടിരിക്കുക. തീയും കൊണ്ട് പുറത്തേക്ക് വലിച്ചു വരികയാണ്. അതാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എവിടെയാണ് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ, സമാധാനപരമായി നമ്മൾ ആലോചിച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് എന്താ നമ്മൾ കൂടുന്ന വീടിന്റെ അടിയിൽ എന്താ നമുക്കറിയാം. നമ്മൾ വളരെ ഭദ്രമായി കെട്ടിയുയർത്തിയുള്ള ഈ വീടിന്റെ അടിയിൽ വലിയ ദ്വാരങ്ങളുണ്ടോ? പണ്ട് ആരെങ്കിലും കൂടിയ സ്ഥലങ്ങളാണോ? അവിടെ എന്താ സ്ഥിതി? ഇത് താഴോട്ട് ആണ്ടുപോവോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ പ്രത്യക്ഷമായി വിധിക്കുന്നു, വളരെ സമാധാനപരമായി എന്റെ വീടിന്റെ തറക്ക് വളരെ ഭദ്രമാണ് എന്ന് വിചാരിച്ചു കഴിയാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള വല്ല കാര്യം നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നിർഭയമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഖുർആൻ പറയുന്നുണ്ട് സൂറത്തെ അറാഫിലൂടെ നമ്മൾ കേൾക്കേണ്ട ഒരു വചനമാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, ഗ്രാമവാസികളായ ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർ സൂക്ഷ്മശാലികളായി ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ബറക്കാത്തുകളെ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്ന. അപ്പൊ ഭൂമിയിൽ മനുഷ്യന് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈമാനുള്ളവരും അതുപോലെ തന്നെ തഖ്വയുള്ളവരുമായ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു തആല എന്ത് തരും എന്ന് പറഞ്ഞത്? ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നുള്ള അവന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. വലാകിൻ കദ്ദബൂ, പക്ഷെ അവർ കളവാക്കി കളഞ്ഞു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിന്റെ പേരിൽ നാം അവരെ പിടികൂടിന. അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മഅസിയത്താകുമോ, കുറ്റകൃത്യങ്ങളാകുമോ, തോന്നിവാസങ്ങളാകുമ്പോ അല്ലാഹു തആല മനുഷ്യനെ പിടികൂടും. അത് ലോകത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. എന്നിട്ട് അള്ളാഹു തആല നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ, ഗ്രാമവാസികളായ ആളുകൾ നിർഭയരായിരിക്കുകയാണ്. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, മനുഷ്യന്മാര് ഉറങ്ങിക്കിടക്കുന്നതായ നേരത്ത് അവരിലേക്ക് നമ്മുടെ ശിക്ഷ വന്നു ഭവിക്കുന്നതിനെ കുറിച്ച് നിർഭയരാണോ? എങ്ങനെ നമുക്ക് നിർഭയരായി നിൽക്കാൻ പറ്റും? നമുക്കിപ്പോ ഉണ്ടായിട്ടുള്ള ദുരന്തം നിങ്ങൾ നോക്ക്. രാത്രി എല്ലാം സ്വസ്ഥമായി കിടന്ന മനുഷ്യന്മാരാണ്. രാവിലെ പുലർച്ചയായ സമയത്തേക്ക് ആളെ കാണുന്നില്ല, നാട് തന്നെ ഇല്ലാതായി. ഇതൊരു കാഴ്ചയാണ്, നമ്മുടെ മുമ്പിൽ നേർക്കുനേരെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലുള്ളത്. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കുന്നു. ഒന്നും അറിയാത്ത സാധുക്കളായ പാവങ്ങളായ മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഒഴുകിപ്പോകുന്ന, ഇപ്പോഴും കിട്ടാത്ത ബോഡികൾ ഭൂമിന്റെ അടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ എത്രമാത്രം ഭയാനകരമായ ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. വീണ്ടും ഖുർആൻ ചോദിക്കുന്നു, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ, അല്ല ചില സമയത്ത് മനുഷ്യന്മാര് ളുഹാ സമയത്ത്, ഉച്ച സമയത്ത് നാട്ടിലൂടെ കളിയും ചിരിയുമായി നടക്കുന്ന സമയത്തായിരിക്കും അല്ലാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുന്നത്. അങ്ങനെ വന്നിറങ്ങുന്നതിനെ കുറിച്ച് അവർ നിർഭയരായി കുത്തിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ഈ മക്ർ, അതിനെക്കുറിച്ച് അവർ നിർഭയരാകുമോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, ഖാസിരീങ്ങളായ എല്ലാം നഷ്ടപ്പെട്ട
ആളുകൾക്കല്ലാതെ അള്ളാഹുവിന്റെ ഈ മക്ര് അള്ളാഹു തആല നിശ്ചയിക്കുന്ന ഈ സുന്നത്തിൽ നിന്നും നിർഭയനായി ജീവിക്കാൻ പറ്റൂല. അപ്പൊ നിർഭയനായി ജീവിക്കുന്നുണ്ട് എങ്കിൽ അവനിൽ എന്തുണ്ട്? ധിക്കാരമുണ്ട് എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ നിയമത്തിനെ കുറിച്ചുള്ള ധിക്കാരപരമായ സമീപനം അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നിലപാടിലേക്ക് മനുഷ്യൻ എത്തുന്നത്. അതൊരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വന്നിട്ടുള്ളത്, ഈ നാട്ടിൽ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ശിക്ഷയാണ്. നമുക്ക് തീർത്തു പറയാൻ പറ്റുമോ? അങ്ങനെ തീർത്തു പറയാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ രേഖയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടവരായ ആളുകൾക്കൊക്കെ വന്ന എന്താണ്? ശിക്ഷയാണ്. എന്താ നമ്മൾ അങ്ങനെ പറയുന്നത്? അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു ബലാ ഇറങ്ങിയതാണ്. അവരെല്ലാം മോശക്കാരായതുകൊണ്ട് അള്ളാഹു തആല ശിക്ഷിച്ചതാണ് എന്ന് നമുക്ക് തീർത്തു പറയാനൊന്നും യാതൊരു നിവൃത്തിയുമില്ല. പക്ഷേ ബലാകൾ വന്നുകൊണ്ടിരിക്കും. അതെന്തിനാണ്? ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ബാധിച്ചിട്ടില്ലെങ്കിലും അക്കരെ കാണുന്നത് നമ്മൾക്ക് കണ്ടു പഠിക്കാനുള്ള പാഠങ്ങളായിക്കൊണ്ട് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. ദർഗകളിലേക്കല്ല ഓടേണ്ടത്, ഖബറിലേക്കല്ല ഓടേണ്ടത്, ഔലിയാക്കന്മാരിലേക്കല്ല ഓടേണ്ടത്, വിഗ്രഹങ്ങളിലേക്കല്ല ഓടേണ്ടത്. ഫിർറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി. അള്ളാഹുവിനല്ലാതെ ഈ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയില്ല. ഏത് ക്ഷോഭങ്ങളായ പ്രകൃതി ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനൊക്കെ രക്ഷ തരാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഫിർറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ, തീർച്ചയായും ഇങ്ങനെ ഒരു ശിക്ഷ വരുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ഖുർആൻ കൽപ്പിക്കുകയാണ്. ഞാൻ താക്കീത് കാരണം നിങ്ങൾക്ക് വരാനുണ്ട്. ആരോടാ പറയുന്നത്? മുസ്ലിം ഉമ്മത്തിനോടാണ്, കഴിഞ്ഞു പോയവരോടല്ല. നിങ്ങൾക്കും ഇത് സംഭവിക്കുന്നതിനെ കുറിച്ച് ഉള്ള താക്കീത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് വലാ തജ്അലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരു ആരാധ്യനെയും ഉണ്ടാക്കരുത്. പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യന് ഏറ്റവും വലിയ പെശകേടാണ് അള്ളാഹുവിന് പുറമെ മറ്റുള്ളതിനെ ആരാധിക്കാന്നുള്ള. അതാ പറയുന്നത്. അള്ളാഹുവിലേക്കാണ് ഓടേണ്ടത്, അള്ളാഹുവിലേക്കാണ് കൈ ഉയർത്തേണ്ടത്, അള്ളാഹുവിലാണ് ഫലമർപ്പിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് ആശ്രയമായി കാണേണ്ടത്. ലോകത്ത് ഒരു സൃഷ്ടിയിലേക്കും അഭയം തേടാനോ ആശ്രയിക്കുവാനോ തവക്കുലാക്കാനോ പാടില്ല. ഏത് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലും കൈ അള്ളാഹുവിലേക്ക് ഉയരാ. അതിന് പകരം വേറെ ആരെങ്കിലും ഉയർത്തിയാലോ അവന് ഇലാഹായി വലാ തജ്അലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ മറ്റൊരു ആരാധന നിങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് തരികയാണ്. ഏറ്റവും വലിയ താക്കീത് അതാണ് നമ്മൾ ആദ്യമായി ഉണ്ടാക്കേണ്ടത്. കള്ളുപിടിയന്മാരോ തോന്നിവാസികളോ ഒക്കെ ആയിക്കഴിഞ്ഞാലും അവൻ മുസ്ലിമാണ്, അവൻ ഫാസിക്കാണെന്നേ ഉള്ളൂ. ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഔട്ടായി. അത്രയും കൊടിയ കുറ്റകരമായ സംഗതിയാണ്. അള്ളാഹുവിന്റെ ബലാവ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമാർക്കും വേണ്ട. അത് തീരുന്ന സംഗതിയല്ല, അത് വന്നുകൊണ്ടേയിരിക്കും മനുഷ്യൻ നന്നാകത്തിടത്തോളം കാലം. അല്ലെങ്കിൽ എന്ത് വേണം? മനുഷ്യന് തളർവുണ്ടാകണം. മനുഷ്യന് അള്ളാഹു തആല അത് ഇറക്കിയത് എന്തിനാണ്? ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, അവർക്ക് നമ്മുടെ ബൗസ് വന്നിട്ട് നമ്മുടെ ശിക്ഷ വന്നിട്ട് എന്തുകൊണ്ട് തളർറൂ, അവർ വിനയാന്വിതരായില്ല എന്ന്. ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ വന്നാലും ഉടനെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? അത് വ്യക്തിപരമായ ജീവിതത്തിലാട്ടെ, കുടുംബപരമായ ജീവിതത്തിലാട്ടെ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലാട്ടെ, എവിടെയാണെങ്കിലും തിരിച്ചടികൾ നമുക്ക് വന്നാൽ ഉടനെ മനസ്സിലാക്കണത് എവിടെയോ പെശകുണ്ട്, ഞാൻ നന്നാകേണ്ടതുണ്ട്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളർറൂ, അവർക്ക് അള്ളാഹുവിന്റെ ബൗസ് ശിക്ഷ വന്നിട്ട് എന്തുകൊണ്ട് അവര് തളർറൂ, വിനയാന്വിതന്മാരായില്ല? അള്ളാഹുവിലേക്ക് ഓടുക, അള്ളാഹുവിനെ അഭയമായി കാണുക, അള്ളാഹുവിൽ വിനയം കാണിക്കുക, അതാണ് വേണ്ടത്. വലാകിൻ കസത് ഖുലൂബുഹും, പക്ഷെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് മനുഷ്യന്മാരുടെ ഹൃദയത്തിന് യാതൊരു നൈർമല്യവും ഇല്ല. അത് ഇപ്പോഴും കല്ല് പോലെ കടുത്ത് കിടക്കുകയാണ്. ഓനൊരു മാറ്റമില്ല. ഓനിപ്പോ ചിന്തിക്കാണ് ഇതെന്ത് ദൈവമാണ്? ഫേസ്ബുക്കിലെ പോസ്റ്റുകളാണ്. ഇതെന്ത് ദൈവമാണ്? ഒരു കരുണയില്ലാത്ത ദൈവമാണ് എന്ന് പറഞ്ഞ അള്ളാനെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ജനിച്ച കുറെ ആളുകൾ ഇതിന്റെ ഇടയിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ദുനിയാവ് നന്നാവുക? വലാകിൻ കസത് ഖുലൂബുഹും വസയ്യന ലഹും ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശൈത്താൻ അവർക്ക് നല്ലതാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴും പോകുന്നത് എന്താണ്? ദർഗയിലേക്കും അവിടേക്കും ഇവിടേക്കും, ആ നേർച്ചക്കും ഈ നേർച്ചക്കും മനുഷ്യന്മാർ പോവുകയാണ്. ഇത്രയും വലിയ നിയമത്ത്, അള്ളാഹുവിന്റെ നിയമത്തുള്ളവരായ ആളുകൾ ആ നിയമത്തിനെതിരായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഇറങ്ങുമ്പോൾ അപ്പോഴൊക്കെ മനുഷ്യന്മാർ പോകുന്നത് ഈ പറയുന്ന ദർഗകളിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കുമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ ഈമാൻ എന്ത് വിലയുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഫിർറൂ ഇലല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. അള്ളാഹു മാത്രമാണ് നമ്മുടെ സംരക്ഷകൻ, അവൻ മാത്രമാണ് നമ്മുടെ ഖാലിഖ്. അവന്റെ കയ്യിലാകുന്നു എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. ആ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് ഒരു നിയന്ത്രണവും ആർക്കും ഇല്ല. നമ്മൾക്ക് കുറെ നിയന്ത്രണങ്ങളുണ്ട്, നമ്മളൊക്കെ ഒരു പരിധിയിൽപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. രോഗമായാൽ ചികിത്സിക്കുന്നുണ്ട്, നല്ല വീട് വെക്കുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടത് തന്നെ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അത് പൂർണ്ണമായ സുരക്ഷിതത്വമാണോ? അല്ല. അള്ളാഹ്ക്കൊരു നിയന്ത്രണം ഉണ്ട്. നിനക്ക് അപ്പുറത്ത് അള്ളാഹ് നിശ്ചയിച്ച സംഗതികളെ നമ്മുടെ മുമ്പിൽ സംഭവിക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം, ധാരണവും നമുക്കുണ്ടാകണം. അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, ഫിത്നതൻ, ഒരു നാശത്തെ, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അക്രമം ചെയ്തവരായ ആളുകൾക്ക് മാത്രമായി ബാധിക്കാത്ത ഒരു ശിക്ഷയെ നിങ്ങൾ പേടിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ബലാവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഈമാനുള്ളവനാണോ ഒന്നൊന്നും പിന്നെ ഉണ്ടാവില്ല. അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ശിക്ഷ ഇറങ്ങില്ല. ആ ശിക്ഷ വന്നാൽ അതെല്ലാരെയും ബാധിക്കും. പക്ഷേ മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒഴിവാ. എങ്ങനെ ഒഴിവാകുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തത്തിൽ അവൻ അകപ്പെട്ടാൽ അവൻ ഷഹീദിന്റെ കൂലിയാണ്. ഷഹീദായിട്ടാണ് അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുക. അതുകൊണ്ട് അവന് ആത്യന്തികമായി എന്താണ്? അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ നല്ലവനും യോഗ്യനും സ്വർഗത്തിന്റെ അവകാശിയായിട്ട് അങ്ങോട്ട് പോകും. അല്ലാത്തവന്റെ കഥ എന്താ? അല്ലാത്തവന്റെ കഥ നരകാവകാശിയായി തീരാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു നാശം വരുമ്പോ അതെന്തുകൊണ്ടാ വരുന്നത്? മനുഷ്യന്റെ ദുൽമോണ്ടാണെന്നാണ്. ഫിത്നതൻ, ഒരു ഫിത്നയെ നിങ്ങൾ പേടിക്കണം. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമകാരികളും കുറ്റവാളികളും മഅസിയത്ത് ചെയ്യുന്നവരും ആ ആളുകൾക്ക് മാത്രം തെരഞ്ഞെടുപ്പിച്ച് വരുന്നതല്ല, വരുമ്പോ എല്ലാവർക്കും വരും. അങ്ങനെ ഫിത്ന വരുന്ന നിങ്ങൾ പേടിച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം വഹിക്കണം എന്നാണ്. മനുഷ്യന്മാര് മഅസിയത്തിലും തെറ്റിലും കുറ്റത്തിലും പെരുകി നടക്കുമ്പോൾ അതൊക്കെ ഓലെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ ഞാനെന്തിനാ നോക്കുന്നത് എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. മത്സ്യത്ത് പെരുകി കഴിഞ്ഞാൽ നാശം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ പെടും. അതുകൊണ്ട് ആ കൂട്ടരല്ലേ അതിന്റെ പരിധിപ്പെട്ട സംഗതിയല്ല എന്ന് വിചാരിക്കേണ്ട. അവിടെയാണ് ദീനനുസരിച്ച് ജീവിക്കലും ദീൻ പ്രബോധനം ചെയ്യലും ദീന് നമ്മളിലുണ്ടാകലും നമ്മുടെ കുടുംബത്തിലുണ്ടാകലും നമ്മുടെ സമൂഹത്തിലുണ്ടാകലും അങ്ങനെ ഉൽമില്ലാത്ത ശരിയായ ഒരു ജീവിത രീതിയുള്ള മനുഷ്യന്മാരുണ്ടാവുക എന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ, മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്താണ്? നല്ല വീടല്ല, നല്ല ഒരു ഉമ്മത്തുണ്ടാകുക, ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഖുറാഫാത്തില്ലാത്ത, തോന്നിവാസങ്ങളില്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ നിയമത്തിനെ മനുഷ്യന്മാർ മറന്നിരിക്കുന്നു. അങ്ങനെ മറന്നവരായ സമൂഹങ്ങൾക്ക് വരുന്ന ഫിത്നകളാണ് ഇതൊക്കെ. അത് അവരെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മളെയും കൂടി അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ, വത്തഖൂ ഫിത്നതൻ, അങ്ങനെ ഒരു ഫിത്ന വരെ നിങ്ങൾ പേടിച്ചോ എന്നാണ് അള്ളാഹു തആല നമുക്ക് തരുന്ന താക്കീത്. ആ താക്കീത് നമ്മൾ ഉൾക്കൊള്ളുകയും ആ താക്കീതിന് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കുക, നമ്മുടെ വിശ്വാസത്തെ നന്നാക്കുക, നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുക, എല്ലാ മഅസിയത്തുകളും ഒഴിവാക്കുക, പരമ പരിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ആ പ്രേരകമായി തരിക. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ദുനിയാവ് നന്നായി, നമ്മുടെ ആഖിറവും നന്നായി, അല്ലാത്തവൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ആ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുള്ള പ്രേരകമായി മാറണം. ദുനിയാവിൽ നടക്കുന്ന എന്തേത് ഫിത്നകളുണ്ടെങ്കിലും എന്തേത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് അതിനുള്ള പ്രേരണയായി മാറണം എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നമുക്ക്